ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും തീർച്ചയായിട്ടും സാധനം വാങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൽ നിന്നും നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ മികച്ച ഓഫറുകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനേക്കാളും അഡീഷണൽ ആയിട്ട് 5-10% എക്സ്ട്രാ ഓഫർ കൂടെ നമുക്ക് ലഭിച്ചാൽ എങ്ങനെ ഇരിക്കും? യോനോ SB ആപ്ലിക്കേഷൻ വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ, അതായത് യോനോ SB ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതുവഴി ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ സാധനം ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യോനോ SBയുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 5% മുതൽ നമുക്ക് 10% വരെ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും കിട്ടുന്ന ക്യാഷ് ബാക്ക് ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ SB എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ യോനോ SBയുടെ MPIN, മൊബൈൽ പിൻ 6 അക്ക നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ ആവുന്നതാണ്. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും യോനോ SB നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഷോപ്പ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ ഷോപ്പ് സൈറ്റുകളും നമുക്ക് ഈ യോനോ SB ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലിവിടെ നമുക്ക് ആൾ കാറ്റഗറി, ടോപ്പ് കാറ്റഗറി, വ്യൂ ആൾ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ കാറ്റഗറി ബേസിലും ഉള്ള ഓൺലൈൻ ഷോപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് ബാക്ക് ബട്ടൺ പോവുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ബാക്ക് ബട്ടൺ പോവുക. അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ മെയിൻ പോപ്പുലർ ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പുകൾ കാണാം. നമുക്കിവിടെ ആമസോണിൽ നിന്നും നമ്മൾ ഈ യോനോ വഴി ഷോപ്പ് ചെയ്താൽ 5% നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും എന്ന് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഓഫർ കാണാൻ സാധിക്കും. ഞാനിവിടെ ആമസോൺ എന്ന് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഐ എഗ്രി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്ലൈമറിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ യോനോ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ആമസോൺ ആപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ആമസോൺ ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഷോപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം എങ്ങനെയാണ് നമുക്ക് ഈ ആപ്പ് വഴി ഷോപ്പ് ചെയ്ത് സാധനം വാങ്ങുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു സാധനം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൊടുക്കുക, നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുക, ഓർഡർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കാർഡ്, SBയുടെ കാർഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വരുന്നതാണ് ക്യാഷ് ബാക്ക്. നമുക്കിവിടെ ഷോപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അല്ല എങ്കിൽ നമുക്കിതിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരിക. നമുക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. അതിനുശേഷം ഏറ്റവും താഴെ വരിക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഷോപ്പ് നൗ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ ഓൺലൈൻ വെബ്സൈറ്റ് ആമസോണിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിവിടെ സൈനപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുവരെ ആമസോൺ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാം. അല്ല എങ്കിൽ നമ്മുടെ ആമസോൺ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ ID, പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നോക്കാം. നമ്മൾ സൈനപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമുക്കിവിടെ സെലക്ട് ചെയ്യാം ലോഗിൻ. അതിനുശേഷം നമ്മുടെ ആമസോൺ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യുന്നതിന്. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആമസോണിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കീപ് മീ സൈൻ എന്ന് പറയുന്ന ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം ഒരു OTP വരും നമ്മുടെ മൊബൈലിലേക്ക്. ആ OTP എടുത്ത് നമ്മൾ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
നമുക്ക് യോനോ ആപ്ലിക്കേഷനകത്ത് തന്നെ നമ്മുടെ ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. നമുക്കിവിടെ എല്ലാ സാധനങ്ങളും കാണാൻ സാധിക്കും. നമുക്ക് ഏത് സാധനമാണ്, നമുക്ക് മൊബൈൽ വേണമെങ്കിൽ മൊബൈൽ, നമുക്ക് വേറെ എന്ത് ഹോം അപ്ലയൻസ് ആയിരുന്നാലും, വലിയ സാധനമായിരുന്നാലും ചെറിയ സാധനമായിരുന്നാലും നമുക്ക് ഇതുവഴി വാങ്ങാം. തീർച്ചയായിട്ടും 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഇവിടെ ഒരു മൊബൈൽ ഫോൺ സെലക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് താഴോട്ട് വരാം. ഇവിടെ നമ്മൾ എപ്പോഴും ആമസോണിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ബൈ നൗ. അതിനുശേഷം നമ്മൾ ആമസോണിൽ നമ്മുടെ ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതവിടെ കാണാൻ സാധിക്കും. അല്ല എങ്കിൽ നമ്മൾ പുതിയ ഒരു ഡെലിവറി അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ SBI കാർഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. ആഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ATM കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ്, അതായത് SBIയുടെ കാർഡിലുള്ള പേര്, അതിനുശേഷം കാർഡിൻ്റെ മുൻവശത്തുള്ള 16 അക്ക നമ്പർ, അതിനുശേഷം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, വർഷം എന്നിവ കൊടുത്തതിന് ശേഷം ആഡ് യുവർ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ SBIയുടെ കാർഡ് ആമസോണിൽ ആഡാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ മുകളിൽ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ATM കാർഡിൻ്റെ SBI കാർഡിൻ്റെ ബാക്കിലുള്ള CVV അല്ലെങ്കിൽ CVC എന്ന് പറയുന്ന കോഡ് അവിടെ 3 അക്കം കാണും. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. അപ്പോഴേക്കും നമ്മുടെ ATM കാർഡിൽ നിന്നും പൈസ പേ ആവുന്നതായിരിക്കും. ഓർഡർ കൺഫേം കൊടുക്കുക. ഒരു OTP വരും, കൊടുക്കുക. അപ്പോൾ നമുക്ക് മെസ്സേജ് വരും. അതങ്ങനെ സാധനം ഡെലിവറി ആവുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് സാധനം കിട്ടുന്നതിന് മുന്നേ അപ്പോൾ തന്നെ നമുക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരികയും നമുക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലായിരുന്നാലും ഇവിടെ ഫ്ലിപ്കാർട്ട് ഓപ്ഷൻ കൊടുക്കുക. ഏറ്റവും താഴെയും മുകളിലും ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഇവിടെ ക്ലിക്ക് കർ ടു ഷോപ്പ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ താഴെയും കൊണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്ലിപ്കാർട്ടിലേക്ക് വരിക. നമ്മൾ ഫ്ലിപ്കാർട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇതുവഴി ഓപ്പൺ ആവുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സാധനം അവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കിവിടെ വലത് സൈഡ് ലോഗിൻ എന്ന് പറഞ്ഞ് കാണും. അവിടെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പുതിയതാണെങ്കിൽ പുതിയ നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. നമുക്കൊരു OTP വരും. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആവുകയും അതിനുശേഷം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഏത് ഓൺലൈൻ ഷോപ്പ് വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് യോനോ വഴി സാധനം വാങ്ങാം. നമ്മുടെ SBIയുടെ കാർഡ് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നമുക്ക് 5% ഉറപ്പായിട്ടുള്ള ക്യാഷ് ബാക്കാണ് യോനോ വഴി നമ്മൾ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. പരമാവധി ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക.